മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി. ഇനി നമ്മൾ ആ പദം എങ്ങനെയാണ് പിരിക്കുന്നതെന്ന് നോക്കാം. മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്ര പ്രഹർഷിത. മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്ര പ്രഹർഷിത. നിർഭിന്നം എന്ന് പറയുന്നത് തകർക്കുക അല്ലെങ്കിൽ ഭേദിക്കുക, നിർഭിന്നമാക്കുക, ഭേദിക്കുക. വിഘ്നയന്ത്രം, വിഘ്നയന്ത്രം എന്ന് പറഞ്ഞാൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ രാജസവും താമസവുമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ബലങ്ങൾ, അതാണ് നമ്മുടെ വിഘ്നയന്ത്രം. അതിനെ വിഘ്നയന്ത്രത്തെ തകർക്കുന്നത് കണ്ട് പ്രഹർഷിത, പുളകമണിയുന്നവൾ, സന്തോഷിച്ചവൾ എന്നാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം. അതായത് ശ്രീഗണേശൻ വിഘ്നങ്ങളെയൊക്കെ തകർക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നവൾ. നമ്മുടെ ഉപാസന വഴിയിലൊക്കെയുള്ള നമ്മുടെ ഈ മടിയും ആലസ്യവും അലസതയും അതിനെയാണ് പറയുന്നത് വിഘ്നയന്ത്രം എന്ന് പറയുന്നത്. ആ വിഘ്നയന്ത്രത്തെ ജയവിഘ്നം എന്നാണ് ഇതിൻ്റെ പേര്. ജയവിഘ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയങ്ങളെയൊക്കെ വിഘ്നം ചെയ്യുന്നത് അല്ലെങ്കിൽ ജയങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഈ വിഘ്നയന്ത്രത്തിൻ്റെ പേര് ജയവിഘ്നം. അതിനെ തകർക്കാൻ ഗണേശനാണ് വരുന്നത്. നമ്മുടെ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ഗണേശനെ ഉപാസിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഗണേശരൂപവും ഓങ്കാര ജപവും അവയെ തകർക്കും. നമ്മുടെ തടസ്സങ്ങളെയൊക്കെ തകർത്ത് നമുക്ക് വിജയം നൽകും. അതാണ് ഈ വരിയുടെ അർത്ഥം. അടുത്ത വരി 32. കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക. ആദ്യത്തെ വരി കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃതി. അത് നമ്മൾ എങ്ങനെയാണ് പിരിക്കുന്നതെന്ന് നോക്കിയാൽ കരം, അങ്കുലി, നഖ, ഉൽപ്പന്ന, നാരായണ, ദശാകൃതി. കരം എന്ന് വെച്ചാൽ കയ്യ്, അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ, നഖ ഉൽപ്പന്ന നഖത്തിൽ നിന്നുണ്ടാകുന്ന, നാരായണ ദശാകൃതി നാരായണൻ്റെ 10 ദശകളും കൃതികളും അമ്മയുടെ കൈനഖങ്ങളിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നാരായണൻ്റെ 10 ദശകളും കൃതികളും എന്ന് പറഞ്ഞാൽ ദശാകൃതി എന്ന് പറഞ്ഞാൽ ദശകൃതികൾ, അതായത് ബാല്യം, കൗമാരം, യൗവനം, പ്രൗഢം, വാർദ്ധക്യം എന്നതാണ് പഞ്ചദശകൾ. അത് നമുക്കുള്ള പഞ്ചദശകൾ. ഇനി കൃതികളെന്ന് വെച്ചാൽ അനുനിമിഷ സൃഷ്ടി, സ്ഥായിയായ സൃഷ്ടി, സ്ഥിതി, അനുനിമിഷ പ്രളയം, സ്ഥായി പ്രളയം, അങ്ങനെയുള്ള പഞ്ചകൃതികൾ. ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ച് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 10നും ആധാരം നാരായണനാണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നാരായണനെ തൻ്റെ കൈനഖങ്ങളിൽ നിന്നാണ് അമ്മ ഈ 10 ദശകളും 10 കൃതികളും സൃഷ്ടിച്ചത് എന്നതാണ് ഈ വരിയുടെ അർത്ഥം. അതിൻ്റെ രണ്ടാമത്തെ വരി ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്ര ആദി ദേവ സംസ്തുത വൈഭവ. ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്ര ആദി ദേവ സംസ്തുത. ബ്രഹ്മ ഉപേന്ദ്രൻ മഹേന്ദ്രൻ എന്നിത്യാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെടുവാനുള്ള വൈഭവം ഉള്ളവൾ. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ബ്രഹ്മ ഉപേന്ദ്രൻ, ബ്രഹ്മാവ് ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. കശ്യപമുനിയുടെ മകനായി വാമനാവതാരം പൂണ്ട മഹാവിഷ്ണു ഇന്ദ്രന് അനുജനായി, അതിനാൽ ഉപേന്ദ്രൻ എന്ന നാമം മഹാവിഷ്ണുവിന് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്ര ആദി ദേവന്മാരാൽ സ്തുതിക്കുവാൻ വൈഭവം ഉള്ളവൾ, അതാണ് ആ വരിയുടെ അർത്ഥം. അടുത്തത് 33ാമത്തെ നാമങ്ങളാണ്. കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ. ആദ്യത്തെ വരി കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുരശൂന്യക. കാമേശ്വര അസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യകം. അതാണ്, അങ്ങനെയാണ് ഇത് പിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭണ്ഡൻ്റെ പുരം. ഓരോന്നിൻ്റെ അർത്ഥം ഞാൻ പറയാം. സഭണ്ഡാസുരൻ എന്ന് വെച്ചാൽ ഭണ്ഡാസുരൻ സഹിതം
കാമേശ്വരാസ്ത്രം കൊണ്ട് ശൂന്യകത്തെ ഭണ്ഡാസുരനോടൊപ്പം ദഹിപ്പിച്ചവൾ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് സഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ ഭണ്ഡാസുരൻ സഹിതം, സഭണ്ഡാസുരൻ. നിർദഗ്ധം ദഹിപ്പിച്ചത്. ശൂന്യകം എന്ന് പറഞ്ഞാൽ ഭണ്ഡൻ്റെ പുരം. കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ. കാമേശ്വരൻ ശിവൻ, ആഗ്രഹങ്ങൾക്കെല്ലാം അതീശൻ. അപ്പം കാമേശ്വരാസ്ത്രം ഉപയോഗിച്ച് സർവ്വ കാമങ്ങളെയും ദഹിപ്പിക്കുന്ന ജ്ഞാനാസ്ത്രമാണ് കാമേശ്വരാസ്ത്രം. അപ്പം ഭണ്ഡൻ എന്ന് പറയുന്നത് ഈ ശബ്ദമാണ്. ശബ്ദപ്രപഞ്ചത്തിൻ്റെ ഒരു അസുരനാണ് ഭണ്ഡാസുരൻ എന്ന് പറയും. അപ്പോൾ ശബ്ദത്തിൻ്റെയൊക്കെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ്, ആകാശമാണ്. അതുതന്നെയാണ് ഈ ശൂന്യകം എന്ന് പറയുന്നത്. അപ്പം കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡ അസുരശൂന്യക, ഭണ്ഡാസുരൻ്റെ ശൂന്യകത്തോടൊപ്പം അല്ലെ അവൻ്റെ വീടിനോടൊപ്പം അവൻ്റെ പുരത്തോടൊപ്പം നശിപ്പിച്ചവൾ ദേവി. കാമേശ്വരാസ്ത്രം ഉപയോഗിച്ച് ആ ഭണ്ഡാസുരൻ്റെ പുരം ഉൾപ്പെടെ നശിപ്പിച്ചവൾ. അതാണ് ആ വരിയുടെ അർത്ഥം. അടുത്തത് നാമം കണ്ടാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കഡ്യതോഭാഗധാരിണി. 35ാമത്തെ ആദ്യത്തെ നാമം കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി. കണ്ഠ അധഃ കടി പര്യന്ത മധ്യകൂട സ്വരൂപിണി. കണ്ഠം എന്ന് വെച്ചാൽ കഴുത്ത്, അധഃ കഴുത്തിൻ്റെ താഴോട്ട്, കടി അരക്കെട്ട് വരെ, പര്യന്തം എന്ന് വെച്ചാൽ വരെ. അപ്പം കണ്ഠം മുതൽ അരക്കെട്ട് വരെ മധ്യകൂടം, ആ മധ്യകൂടം സ്വരൂപിണിയായിട്ടുള്ളവൾ. മധ്യകൂടം എന്ന് പറയുന്നത് ഇതുപോലെ ബീജമന്ത്രങ്ങളുള്ളതാണ്. അതായത് ഹ സ ക ഹ ല ഹ്രീം. അത് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കി എഴുതി പഠിക്കണം. ഹ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ക എന്ന് പറഞ്ഞാൽ സ്മരൻ, ഹ എന്ന് പറയുന്നത് ഹംസം, ല എന്ന് പറയുന്നത് ഇന്ദ്രൻ, ഹ്രീം മായ. അപ്പം ഇത്രയും പേര് ചേർന്നതാണ് അമ്മയുടെ മധ്യകൂടം. അപ്പം വാഗ്ഭവകൂടം, മധ്യകൂടം, മുഖവുമായി നമ്മുടെ മധ്യകൂടവുമായി അമ്മയുടെ അരക്കെട്ട് വരെയുള്ള ഭാഗമായി. അതാണ് കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി. അപ്പോൾ ഈ നാമം ഉച്ചരിക്കുമ്പോൾ കണ്ഠാധ കഴിഞ്ഞിട്ട് 2 വിസർഗമുണ്ട്. കണ്ഠാദഹ എന്നുള്ളതാണ്. അത് നമ്മൾ ചൊല്ലുമ്പം കണ്ഠാദഹ് എന്ന് ഉച്ചരിച്ചോണം. കണ്ഠാദഹ് കടിപര്യന്ത, കണ്ഠാദഹ് കടിപര്യന്ത, കണ്ഠാദഹ് കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി എന്ന് തന്നെ ഉച്ചരിക്കണം.